ഹലോ ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ നിലവിൽ ആക്റ്റീവ് ആണ്. അതായത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ബാൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലൈറ്റ്ലി ആക്റ്റീവ് അല്ല. അതായത് മുൻപ് എത്ര ആക്റ്റീവ് ആയിരുന്നോ അതുപോലെ അത്ര ആക്റ്റീവ് അല്ല. ബട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 42 ഫോളോവേഴ്സ് ഉണ്ട്. പബ്ലിക് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. ഈ ടെലിഗ്രാം ബാനുമായിട്ടുള്ള ഇഷ്യൂസ് മാറിക്കഴിയുമ്പോൾ, ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ടെലിഗ്രാമിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ബട്ട് നിലവിൽ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കഴിയുന്ന പോലെയൊക്കെ വാട്സാപ്പിൽ തരാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 44 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. ആൻഡ് S&P നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് ഓക്കെ ആയിരുന്നു. അപ്പം ഗ്ലോബലി നമുക്കൊരു IT സ്റ്റോക്സിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. സോ മേ ബി അത് ഇന്ത്യൻ മാർക്കറ്റിലും ഇൻഫോസിസ്, വിപ്രോ പോലുള്ള സ്റ്റോക്കുകളിൽ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് കെയർഫുൾ ആവാം. നിലവിൽ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 26 പോയിന്റ്സ് അപ്സൈഡ് ആണ്. മേ ബി നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗിലേക്കായിരിക്കാം ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നിലവിൽ FTSE 108 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. ബാക്കി മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു പോസിറ്റീവ് നോട്ട് ക്ലോസ് ചെയ്ത മാർക്കറ്റുകളും ഉണ്ട്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു മിക്സഡ് സിഗ്നലാണ് തരുന്നത്. നിക്കി 655 പോയിന്റ്സ് അപ്സൈഡ് ആണ്. സ്ട്രേറ്റ് ടൈംസ് 20 പോയിന്റ്സ് ഡൗൺ സൈഡിലും ഹാങ്സങ് 387 പോയിന്റ് ഡൗൺ സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഒരു മിക്സഡ് സിഗ്നലാണ് ലോക മാർക്കറ്റുകൾ നോക്കുമ്പോൾ തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. തൽക്കാലം ലെവൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രഷ് ലെവൽസ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റിൻ്റെ ഒരു പൊതുവായ അവസ്ഥ എന്നൊരു ഡേ ചാർട്ടിൽ കണ്ട ശേഷം നമുക്ക് ഇതിലേക്ക് പോകാം. സോറി, ചാർട്ട് മാറിപ്പോയി. നിഫ്റ്റി ഡേ ചാർട്ടിൽ നമുക്കൊന്ന് അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡേ ചാർട്ടിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഡേ ചാർട്ടിൽ സിമ്പിളാണ്. മാർക്കറ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഒരു ഹയർ ഹൈ തരാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ഫ്രഷ്ലി ലെവൽസ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലേക്ക് പോകണം. അതിന് മുന്നേ 1 അവർ ചാർട്ടിലേക്ക് ഒന്ന് പോകണം. 1 അവർ ചാർട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണ് മനസ്സിലാവണമെന്ന് നോക്കാം. നിഫ്റ്റി ഇന്നലെ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യാനുള്ള പ്യുവർ അറ്റംപ്റ്റ് നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടിട്ടുണ്ട്. സോ 1 അവർ ചാർട്ടിലെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് 26,610 ഈ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 24,600 ഈ റേഞ്ചിലേക്കാണ് മാർക്കറ്റിന്റെ അറ്റംപ്റ്റ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഫസ്റ്റ് പോകാം. ഫ്രഷ് ഇൻട്രാഡേ ലെവൽസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും 24,000 എന്ന് പറയുന്ന ഈ സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഡൗൺവേർഡ് ലെവൽസും കൂടെ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം. 23,833 ഒരു വലിയ സെല്ലിംഗ് പ്രഷർ വരുവാണെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും ഞാൻ കണക്കാക്കാറുണ്ട്. ഒരു ഏരിയ മാർക്ക് ചെയ്തിടുന്നത് എൻ്റെ ഒരു പതിവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുക. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡിറ്റി ഉള്ളിടത്തേക്കാണ് മാർക്കറ്റ് വരിക. സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. 24,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളിവിടെ നോക്കുക, ഒരു ലിക്വിഡിറ്റി ബിൽഡിംഗ് ഇവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടോ? പാറ്റേൺ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാനായിരിക്കണം ഒരു ലിക്വിഡിറ്റി ബിൽഡിംഗ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് ഇനിയുള്ള സോൺസ് മാർക്ക് ചെയ്യാം. 24,200 ആണ്. അപ്പോൾ ഇനി മാർക്കറ്റിനെ സൂക്ഷിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് 24,240 ആണ് ഫസ്റ്റ് സോണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ റേഞ്ച് 24,328, അതായത് ഞാൻ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള സോൺസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താ പറയുക, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കുറച്ചധികം അടുത്തടുത്തുണ്ട്. സോ ഇങ്ങനത്തെ മൈനർ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്തിടാം. ആൻഡ് ഈ ഒരു സോണും മാർക്ക് ചെയ്തിടുന്നത് നന്നായിരിക്കും. 23,000 to 24,000. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24,250, 24,330 ആൻഡ് 24,470. ഇപ്പോൾ ഇത്രയും ലെവൽസാണ് ഞാൻ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളായിട്ട് ഞാൻ കാണുന്നത് 24,000, 24,050 ആൻഡ് 23,833. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് പോകുമെന്ന് നിലവിൽ ഞാൻ ചിന്തിക്കുന്നില്ല. 15 മിനിറ്റിൽ ഇത്രയും സപ്പോർട്ടുകൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അപ്പം ന്യൂസസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ന്യൂസസ് ഉണ്ട്. HCL ടെക്നോളജീസ് ഒരു ഇന്നോവേഷൻ സോൺ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ് കമ്പനിക്ക്.
പിന്നെ ആംബർ എന്റർപ്രൈസസ് ഒരു മാനുഫാക്ചറിങ് കൊളാബറേഷനിലേക്ക് കടക്കുകയാണ് ഒപ്പോ മൊബൈൽസുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലൈസൻസ്ഡ് മാനുഫാക്ചർ ആണ് ഫോർ മൊബൈൽ ഫോൺസ് ഫോർ ഒപ്പോ, വൺ പ്ലസ് ആൻഡ് റിയൽമി ബ്രാൻഡ്സിന്റെ ഒക്കെ ഒരു മാനുഫാക്ചേർഡ് ചെയ്യുന്ന ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഒപ്പോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ന്യൂസസ് ഉണ്ട്. പിന്നെ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ 2000 കോടി റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ട്രോൾട്ട് ബയോ എനർജി ആണെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് 150 കോടിയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുന്നത് യോജന. അതായത് ഇന്ത്യാസ് PMG വാൻ യോജന, ജൈവ് ഇന്ധൻ വത്വരൻ അനുകൂൽ ഫസൽ അവനേഷ് നിരാവൻ യോജന. ഇത് ഗവൺമെന്റിന്റെ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ്, അറിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഞാനിപ്പോൾ സ്റ്റോക്സിലേക്ക് നമുക്ക് നീങ്ങാം, എന്തൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യണേന്ന്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടായിരിക്കും. ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഇന്നലെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ NLC ഇന്ത്യയുടെ കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ NLC ഇന്ത്യ എൻ്റെ ഫോക്കസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മീഡിയം ടേം ഹോൾഡ് ചെയ്തേക്കുന്ന സ്റ്റോക്കാണ്. സോ ഒരു ഡൗൺ സൈഡ് വന്നു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു അറ്റംപ്റ്റ് നടത്തുമോ എന്നുള്ള കാര്യമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരു 389 റേഞ്ചിലേക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. സോ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും NLC ഇന്ത്യ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ മെസ്സേജ് ചെയ്യാവുന്നതിന് എൻ്റെ നമ്പർ ഉണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ടെലിഗ്രാം ചാനൽ വരുന്നവരെ നമുക്കൊന്ന് വളരെ ലൈറ്റ് മൂഡിൽ പോവാം. ഓക്കെ, സോ നമുക്ക് നാളെ അടുത്ത പ്രീ മാർക്കറ്റ് സെഷനിൽ കാണാം. താങ്ക് യു.